വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇറ്റ്സ് മീ അൽതാഫ് ഫ്രം കറൻസി വെബ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂറോ GBP ഗോൾഡ് ആണ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് യൂറോ USD ആണ്. യൂറോ USDയിൽ മന്ത്ലി ചാർട്ടിലാണ്. മന്ത്ലി ചാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സപ്ലൈ സോൺ എന്ത് ചെയ്തു, ഫെയിൽ ആവാനും ചാൻസ് കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രീം ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു റിയാക്ഷൻ തരാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ വരുന്നത് നമുക്ക് വീക്ക്ലിയിൽ നോക്കാം. വീക്ക്ലിയിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, വീക്ക്ലിയിൽ ഈ വീക്കിൽ ക്ലോസ് ചെയ്തതും എന്തായിട്ട് ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ്. അപ്പോൾ എന്തിട്ട് ബൈ മൂവ്മെൻറ്റിന് നമ്മളെ അടുത്ത പ്ലാന്. പിന്നെ വരുമ്പോൾ നമ്മൾ എന്താ ഡെയിലിയിലോട്ട് വരുമ്പോൾ എന്തിനാണ് ഡെയിലിയുടെ ഡിമാൻഡ് കഴിഞ്ഞ വീക്കിൽ പറയുന്നു, കഴിഞ്ഞ ഡിമാൻഡ്സ് ആണ് ഹോൾഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മാർക്കറ്റ് റിയാക്ഷൻ തരുന്നത്. ഇനിയിപ്പോൾ എന്ത് നമ്മൾ ഡെയിലിയിൽ നോക്കുമ്പോൾ മതി, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ബൈ എടുക്കാം. പിന്നെ വരുന്നത് 4 ഹവറിൻ്റെ സ്ട്രക്ചറാണ്. 4 ഹവറിൻ്റെ സ്ട്രക്ചറിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4 ഹവറിൻ്റെ സ്ട്രക്ചർ വരുമ്പോൾ ഒരു IDM ഉണ്ട്. ഈ ഒരു IDM മാർക്കറ്റ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ബൈ എടുക്കാം. പിന്നെ നമ്മൾ 50 മിനിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ട്രേഡിൽ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ വീക്കിൽ നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് സ്ട്രക്ചർ ഒക്കെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു IDM എടുത്തപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ഒരു ബൈ എടുത്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡിമാൻഡ് സോൺ ഹോൾഡ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ ഇവിടുന്ന് ബ്രേക്കോ സ്ട്രക്ചർ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് ചെയ്ത് നമ്മളൊരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ GBP നോക്കുകയാണെങ്കിൽ GBPയിൽ മന്ത്ലി നോക്കുകയാണെങ്കിൽ മന്ത്ലി കാരൽ വൈസ് നോക്കുമ്പോൾ നമ്മൾ സ്റ്റിൽ ബുള്ളിഷാണ് വരുന്നത്. ഈ ഒരു മന്ത്ലിയുടെ ഓർഡർ ബ്ലോക്ക് എന്തായാലും ഫെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിവേഴ്സൽ ട്രേഡ് നോക്കാം. മന്ത്ലി വൈസ് നോക്കുമ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു നമുക്ക് ഈ റേഞ്ച് വരെ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് വീക്ക്ലിയാണ്. വീക്ക്ലിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വീക്ക്ലിയിൽ ഈ ഒരു IDM ആണ് ഇത് വരുന്നത്, ലിക്വിഡിറ്റി പോയിന്റ് ആണ്. മാർക്കറ്റ് വന്ന് ഒന്ന് ചെറിയൊരു ബുള്ളിഷ് ഈ ഒരു IDM എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്യുക, നമുക്ക് വീക്ക്ലിയിൽ നമുക്ക് ബൈ ചെയ്യാം. പിന്നെ ഡെയിലിയിൽ വരുമ്പോൾ നമ്മൾ ഡെയിലിയിൽ ഓൾറെഡി നമ്മൾ ഈ ഒരു ഡെയിലിയുടെ ലോ വരുന്നത് വീക്ക്ലിയുടെ IDM കൂടിയാണ്. അതുകൊണ്ട് എന്ത് ഇവിടുന്ന് എന്ത് ചെയ്യുക, കൺഫർമേഷൻ നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് ബൈ എടുക്കാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്. ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ബൈ എടുക്കാം. പിന്നെ 4 ഹവറിലോട്ട് വരുമ്പോൾ 4 ഹവറിൽ വരുമ്പോൾ സെയിം ഇത് തന്നെയാണ് വരുന്നത്. 4 ഹവറിലോട്ട് വരുമ്പോൾ 4 ഹവറിൻ്റെ IDM ഇതാണ്. ലിക്വിഡിറ്റി എടുത്തിട്ട് ഇവിടുന്ന് ഒരു നമുക്ക് ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ ഒരു 4 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഗോൾഡാണ്. ഗോൾഡിൽ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ പ്രീവിയസ് മന്തിൻ്റെ ഹൈ എടുത്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്, നമുക്ക് നോക്കാം. പിന്നെ വീക്ക്ലിയുടെ നോക്കുമ്പോൾ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ബെയറിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വീക്ക്ലി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വീക്ക്ലിയുടെ IDM ഇവിടെ വരുന്നത്, അതിൻ്റെ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ദുബായ് നോക്കാം. ഈ ഒരു റേഞ്ച് വരെ എന്ത് ചെയ്യുക, നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് 50% എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു ഡിസ്കൗണ്ടിൽ വന്നിട്ടാണ് മാർക്കറ്റ് പോകാൻ ചാൻസ് കൂടുതൽ. വീക്ക്ലിയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് ഡെയിലിയിലാണ്. ഡെയിലിയിൽ വരുമ്പോൾ നമുക്ക് സ്ട്രക്ചർ വരുന്നത് ഈ ഒരു ലിക്വിഡ് സ്വീപ്പ് എടുത്തിട്ട് വരുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്ക്ലിയുടെ IDM എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ബൈ നോക്കാവുന്നതാണ്. പിന്നെ 4 ഹവറിൻ്റെ സ്ട്രക്ചർ വരികയാണെങ്കിൽ 4 ഹവറിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ എന്താണ് സെല്ലാണ്. 4 ഹവറിൽ നമ്മൾ എന്തെങ്കിലും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിരുന്നു, ഇത് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് എന്ത് ഒരു IDMൻ്റെ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ചെയ്തത് നമ്മൾ റിവേഴ്സൽ ട്രേഡ് നോക്കിയിരുന്നു. ഇത് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നോക്കിയിരുന്നത്. പിന്നെ ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അടിയിലോട്ട് പോയി വരുന്നത്. ഇവിടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 4 ഹവറിൻ്റെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 4 ഹവറിൻ്റെ പ്ലാൻ പറഞ്ഞാൽ ഈ ഒരു IDM എടുത്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് സെല്ല് ചെയ്യാം. പിന്നെ 50 മിനിറ്റിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കിയിട്ട് ലിക്വിഡിറ്റി സ്പോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബൈയും സെല്ല് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ട് നോക്കുന്നത് ഈ 3 പേയേഴ്സാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഓർഡർ ബ്ലോക്കിൽ എന്ത് ചെയ്യുക, നിങ്ങളേതായ കൺഫർമേഷനും ലിക്വിഡിറ്റീസും നോക്കിയിട്ട് എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.